ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചുള്ള ഒരു 50 ദൈവവചനങ്ങൾ നമ്മൾ ലുത്തിനിയ രൂപത്തിലൊന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ അഭിഷേകമുള്ള ഈ വചനങ്ങൾ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റിയാൽ അത് വലിയ അനുഗ്രഹം പ്രാപിക്കാനിടയാകും. നമുക്ക് ആ ദൈവവചനങ്ങളിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓരോ വചനവും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെയേറെ അനുഗ്രഹപ്രദമായിരിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വചനം. ഗബ്രിയേൽ മാലാഖയാൽ വന്ദിക്കപ്പെട്ടവളെ. ലൂക്ക 1:31. ഈശോയുടെ മാതാവേ. ലൂക്ക 1:32. അത്യുന്നതൻ്റെ പുത്രൻ്റെ മാതാവേ. ലൂക്ക 1:33. ഇസ്രായേൽ രാജാവിൻ്റെ മാതാവേ. ലൂക്ക 1:35. പരിശുദ്ധാത്മാവിനാൽ മാതാവായവളെ. ലൂക്ക 1:38. കർത്താവിൻ്റെ ദാസി. ലൂക്ക 1:38. വചനം നിറവേറാൻ പ്രാർത്ഥിച്ച മാതാവേ. മത്തായി 1:23. എമ്മാനുവേലിൻ്റെ കന്യകയായ മാതാവേ. മത്തായി 1:23. മത്തായി 1:23. എമ്മാനുവേലിൻ്റെ കന്യകയായ മാതാവേ. യോഹന്നാൻ 1:14. സ്ത്രീകളിൽ അനുഗ്രഹീത മാതാവേ. ലൂക്ക 1:43. കർത്താവിൻ്റെ അമ്മേ. ലൂക്ക 1:48. മാതാവിൻ്റെ താഴ്മയുള്ള കന്യകയെ. ലൂക്ക 1:48. കർത്താവിൻ്റെ താഴ്മയുള്ള കന്യകയെ. ലൂക്ക 1:48. തലമുറകളുടെ അനുഗ്രഹമായ അമ്മേ. ലൂക്ക 1:37. അത്യുന്നതനാൽ അനുഗ്രഹം പ്രവർത്തിച്ച മാതാവേ. ലൂക്ക 1:55. അബ്രാഹത്തോടുള്ള വാഗ്ദാനത്തിൻ്റെ അവകാശിയായ അമ്മേ. ലൂക്ക 2:7. രക്ഷകനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയ മാതാവേ. ഗലാത്തി 4:4. ഈശോയ്ക്ക് ജന്മം നൽകിയ മാതാവേ. ലൂക്ക 2:11. രക്ഷകൻ്റെ മാതാവേ. മത്തായി 1:16. മിശിഹായുടെ മാതാവേ. ലൂക്ക 2:19. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവേ. ലൂക്ക 2:19. എല്ലാം ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്ന മാതാവേ. ലൂക്ക 2:22. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച മാതാവേ. ലൂക്ക 2:28. ശിമയോൻ്റെ കൈകളിൽ ഈശോയെ നൽകിയ മാതാവേ. ലൂക്ക 2:33. തൻ്റെ പുത്രൻ തർക്കിന്ന് കണ്ടപ്പോൾ വിസ്മയഭരിതയായ മാതാവേ. ലൂക്ക 2:11. പുത്രനോടൊപ്പം വിജ്ഞാനികളെ കണ്ട മാതാവേ. മത്തായി 2:14. യോസേപ്പിതാവിനോടൊപ്പം ഈജിപ്തിലേക്ക് പാലായനം ചെയ്ത മാതാവേ. ലൂക്ക 2:42. തൻ്റെ പുത്രനെ 3 ദിവസം അന്വേഷിച്ച് ദേവാലയത്തിൽ കണ്ടെത്തിയ മാതാവേ. ലൂക്ക 2:44. ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്തി എപ്പോൾ ആനന്ദിച്ച മാതാവേ. ലൂക്ക 2:51. ഈശോ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ ദൈവം അനുവദിച്ച മാതാവേ. യോഹന്നാൻ 2:1-2. ഈശോയുടെ ശിഷ്യന്മാരുടെ ഒപ്പം കാനായിൽ വിവാഹ വിരുന്നിൽ പങ്കെടുത്ത മാതാവേ. യോഹന്നാൻ 2:15. ഈശോ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ മാതാവേ. യോഹന്നാൻ 2:11. തൻ്റെ പുത്രന് ആദ്യ അത്ഭുതം പ്രവർത്തിക്കാൻ സാഹചര്യമൊരുക്കിയ മാതാവേ. മത്തായി 12:50. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ മാതാവേ. മത്തായി 12:50. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പുത്രൻ്റെ മാതാവേ. ലൂക്ക 11:28. ദൈവവചനം ശ്രവിച്ച് അതിന് ജീവനേകിയ മാതാവേ. യോഹന്നാൻ 19:25. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന മാതാവേ. യോഹന്നാൻ 19:26. യോഹന്നാന് മാതാവായി തീർന്ന മറിയമേ. യോഹന്നാൻ 1:14. അപ്പസ്തോലന്മാരോടൊപ്പം പ്രാർത്ഥനാനിരതയായിരുന്ന മാതാവേ. വെളിപാട് 12:1. സൂര്യനെ ഉടയാടയാക്കി മാതാവേ. വെളിപാട് 12:1. 12 നക്ഷത്ര കിരീടമണിഞ്ഞ മാതാവേ. വെളിപാട് 12:2. സഭയുടെ വ്യാകുല മാതാവേ. വെളിപാട് 12:5. മിശിഹായുടെ മഹത്വീകൃതയായ മാതാവേ. വെളിപാട് 21:2. പുതിയ ജെറുസലേമിൻ്റെ പ്രതിരൂപമായ മാതാവേ. വെളിപാട് 22:1. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ഒഴുകി വരുന്ന ജീവൻ്റെ ഉറവയായ മാതാവേ. ഇനിയും കുറേ വചനങ്ങളൊക്കെയും പരിശുദ്ധ അമ്മയെപ്പറ്റിയും അതിന് സദൃശ്യമുള്ള കുറേ വചനങ്ങളും കൂടെ കൂട്ടിച്ചേർക്കുവാനുണ്ട്. ഇത് എനിക്ക് കണ്ടപ്പോൾ ഒരു വിസ്മയമായി തോന്നിയത് കൊണ്ട് ഞാൻ ഈ വചനഭാഗങ്ങളെല്ലാം ഒന്ന് എഴുതിയെടുത്ത് ഇത് നമ്മളൊരു ലുത്തിനിയ രൂപത്തിലൊന്ന് പ്രാർത്ഥിച്ചാൽ വളരെ അനുഗ്രഹം കിട്ടുമെന്ന് എനിക്കങ്ങ് തോന്നിക്കൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ്.
ഇതിന് ബൈബിളിൽ ഉടനീളവും മറ്റു പല പുസ്തകങ്ങളൊക്കെ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പരിശുദ്ധ അമ്മ തികച്ചും വചനാധിഷ്ഠിതമായി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗത്തിൻ്റെ ഈ സാന്നിധ്യം നമുക്ക് നമ്മുടെ ജീവിതഗന്ധിയാക്കി മാറ്റാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റാം. നമുക്കൊരു പുതിയൊരു പ്രാർത്ഥന രീതി കൂടി ഒന്ന് അഭ്യസിക്കാം. ഇങ്ങനെ വചനം പറഞ്ഞ് ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ വലിയ ദൈവകൃപ ആണ് നമ്മളിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഈ ദൈവവചനം, ഈ മാംസം നമ്മളിൽ ഈ ദൈവവചനം മാംസം ധരിക്കാൻ ഇടയാകാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.